നമസ്കാരം. രാഷ്ട്രീയ പാർട്ടികൾ ആശയങ്ങളുടെ വേദികളാണ്, വ്യക്തിവിരോധത്തിന്റെ വേദികളല്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ജനാധിപത്യത്തിന്റെ സ്വാഭാവിക ഭാഗമാണ്. എന്നാൽ അതിനെ പ്രതിഷേധം, മുദ്രാവാക്യം, പൊതുപരിപാടികൾ തടസ്സപ്പെടുത്താൻ തുടങ്ങിയ രീതികളിലേക്ക് മാറ്റുമ്പോൾ നഷ്ടമാകുന്നത് ഒരു വ്യക്തിയുടെ മാന്യത മാത്രമല്ല, പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ സംസ്കാരം കൂടിയാണ്. അമ്പലപ്പുഴയിലെ മുൻ മന്ത്രി ജി സുധാകരന്റെ പ്രസംഗം പാർട്ടി പ്രവർത്തകരുടെ പ്രതിഷേധത്തെ തുടർന്ന് തടസ്സപ്പെട്ട സംഭവം വീണ്ടും ഒരു ചോദ്യമാണ് ഉയർത്തുന്നത്. ജി സുധാകരൻ MLA പൊതുപരിപാടിയിൽ രാഷ്ട്രീയം പറഞ്ഞുവെന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ പ്രകോപിതരാവുകയാണ് ഉണ്ടായത്. വേദി എറിഞ്ഞ് സംസാരിക്കണമെന്ന CPM പഞ്ചായത്ത് അംഗത്തിന്റെ പരാമർശത്തിന് മറുപടി നൽകിയ അദ്ദേഹം പ്രസംഗം തുടർന്നെങ്കിലും പിന്നീട് രാഷ്ട്രീയ വിഷയങ്ങൾ പരാമർശിച്ചില്ല. തിങ്കളാഴ്ച 10:30 പുറക്കാട് ഗ്രാമപഞ്ചായത്ത് 14-ാം വാർഡിൽ തോട്ടപ്പള്ളി പുതുവനച്ചിറയിൽ മലയിൻതോട് തെക്ക് പാടശേഖരത്തിന്റെ കല്ലുകെട്ട് ഉദ്ഘാടന വേദിയിലായിരുന്നു സംഭവം. പ്രസംഗത്തിനിടെ സുധാകരൻ കഴിഞ്ഞ ദിവസം നീർക്കുന്നം സ്കൂളിലുണ്ടായ സംഭവം വിവരിച്ചതോടെയാണ് CPM പ്രവർത്തകർ പ്രകോപിതരായത്. നീർക്കുന്നം സ്കൂളിൽ മണൽ കടത്തുന്ന പരാതി അന്വേഷിക്കാനെത്തിയ സുധാകരനും സ്ഥലത്തെത്തിയ ഗ്രാമപഞ്ചായത്ത് അംഗവും CPM നേതാവുമായ S ഹാരിസുമായി വാക്കേറ്റമുണ്ടായിരുന്നു. ഇതിനെ വിമർശിച്ച് സംസാരിച്ച സുധാകരനോട് വേദിയെറിഞ്ഞു സംസാരിക്കണമെന്ന് സദസ്സിലുണ്ടായിരുന്ന പുറക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗം R ഉണ്ണി പറഞ്ഞു. പറയാനുള്ളത് എവിടെയും പറയുമെന്ന് സുധാകരനും തിരിച്ചടിച്ചു. CPM നന്നാകണമെന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഇതൊക്കെ പറയുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രസംഗം പൂർത്തിയാക്കി കല്ലുകെട്ടിന്റെ നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച ശേഷമാണ് സുധാകരൻ മടങ്ങിയത്. CPM ജില്ലാ സെക്രട്ടറി R നാസറിന്റെ ആഹ്വാനപ്രകാരമാണ് പ്രതിഷേധം നടക്കുന്നതെന്ന് ജി സുധാകരൻ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചു. നീർക്കുന്നം സ്കൂളിൽ നടന്ന കാര്യം പറയുന്നതിൽ എന്താണ് തെറ്റെന്നും ജനപ്രതിനിധിയെ തടയുമെന്ന് പറയുന്നത് തെറ്റല്ലേ എന്നും അദ്ദേഹം ചോദിച്ചു. അതേസമയം പൊതുവേദിയിൽ രാഷ്ട്രീയം പറയുന്നതിനെയാണ് എതിർക്കുന്നതെന്ന് CPM അമ്പലപ്പുഴ ഏരിയ സെക്രട്ടറി C ഷംജീവ് പറഞ്ഞു. അങ്ങനെ രാഷ്ട്രീയം പറയുന്ന വേദിയിൽ പാർട്ടി അംഗങ്ങളോ അനുഭാവികളോ ഉണ്ടെങ്കിൽ ചോദ്യം ചെയ്യണം, മൈക്കിലൂടെ മറുപടി പറയുകയും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും ഷംജീവ് പറഞ്ഞു. ഉളുപ്പില്ലാതെയാണ് നേതാക്കൾ പരസ്പരം ഇങ്ങനെ പോരടിക്കുന്നത്. ഒരു സമൂഹത്തിലാണ് വെള്ളഖദറുമിട്ട് ചിരിച്ചുകൊണ്ട് മാലാഖമാരെ പോലെ വോട്ട് ചോദിക്കാൻ ചെല്ലുന്നതെന്നും പിന്നീട് തല്ലുണ്ടാക്കുന്നതെന്നും അന്ന് പറഞ്ഞതിനൊക്കെ നേർ വിപരീതമാണ് ഇപ്പോൾ കാട്ടിക്കൂട്ടുന്നതെന്നും ഓർക്കാതെയാണ് സമൂഹ മധ്യത്തിൽ ഇറങ്ങി നിന്ന് മുണ്ടും മടക്കി കുത്തി പരസ്പരം ചെളിവാരി എറിയുന്നത്. ഒരു രാഷ്ട്രീയ നേതാവ് പാർട്ടിയെ വിമർശിച്ചേക്കാം, അതിനോട് പാർട്ടിക്ക് വിയോജിക്കാനുള്ള അവകാശവുമുണ്ട്. എന്നാൽ വിമർശനത്തെ നേരിടാനുള്ള ഏറ്റവും ശക്തമായ മാർഗം പ്രതിഷേധ ശബ്ദമല്ല, യുക്തിപരമായ മറുപടിയാണ്. ആശയങ്ങളെ ആശയങ്ങൾ കൊണ്ടാണ് നേരിടേണ്ടത്. വ്യക്തികളെ മുദ്രാവാക്യങ്ങൾ കൊണ്ട് നിശബ്ദരാക്കാൻ ശ്രമിക്കുന്ന സംസ്കാരം ശക്തിപ്പെടുമ്പോൾ നാളെ അതേ രീതി മറ്റെല്ലാ അഭിപ്രായങ്ങൾക്കും നേരെ ഉപയോഗിക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കും. ഇതൊരു പാർട്ടിയുടെ മാത്രം പ്രശ്നമല്ല. ഇന്ത്യയിലെ ഒട്ടുമിക്ക രാഷ്ട്രീയ പാർട്ടികളിലും ഇന്ന് വിമർശനങ്ങളെ ഉൾക്കൊള്ളാനുള്ള സഹിഷ്ണുത കുറഞ്ഞു വരുന്നു എന്ന വിമർശനം ഉയരുന്നുണ്ട്. ഒരിക്കൽ ആദരിക്കപ്പെട്ട നേതാക്കൾ പിന്നീട് അഭിപ്രായ വ്യത്യാസത്തിന്റെ പേരിൽ പൊതുവേദികളിൽ അപമാനിക്കപ്പെടുന്ന കാഴ്ചകൾ വർദ്ധിക്കുമ്പോൾ യുവതലമുറ രാഷ്ട്രീയം പഠിക്കുന്നത് സംവാദത്തിന്റെ കലയല്ല, വൈരാഗ്യത്തിന്റെ രീതിയിലാണ്. അതൊരു ജനാധിപത്യ സമൂഹത്തിന് ആരോഗ്യകരമായ പ്രവണതയുമല്ല. രാഷ്ട്രീയത്തിൽ വിയോജിപ്പുണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ വിയോജിക്കുന്നവരെ ശത്രുവായി കാണാൻ തുടങ്ങുമ്പോൾ ജനാധിപത്യത്തിന്റെ ആത്മാവ് തന്നെ ക്ഷയിക്കും. ഒരു വ്യക്തിയുടെ നിലപാടുകളെ ശക്തമായി എതിർക്കാം, പക്ഷേ അദ്ദേഹത്തിന് തന്റെ അഭിപ്രായം പറയാനുള്ള അവകാശം നിഷേധിക്കരുത്. കാരണം ഇന്ന് അതൊരു രാഷ്ട്രീയ നേതാവിന്റെ വേദിയായിരിക്കാം, നാളെ സാധാരണ പൗരന്റെയും വേദിയാകാം. ഒരൊറ്റ കാര്യമാണ് ഞങ്ങൾ സമ്മതിദായകർക്ക് എന്തായാലും പറയാനുള്ളത്: തെറ്റുപറ്റിപ്പോയി. നിങ്ങളെയൊക്കെ ഒരിക്കലെങ്കിലും വിശ്വസിച്ചതിൽ വലിയ തെറ്റുപറ്റിപ്പോയി.